ചെമ്മനീർ പൂവിൻ്റെ നാളത്തെ കഥയാണ് കേട്ടോ. ചന്ദ്രമതിയും സച്ചിനെ രേവതിനെയൊക്കെ പറ്റിയിട്ട് പറയുന്നുണ്ട്. രേവതി തന്ത്രശാലിയാണ്. രേവതി എന്ത് പറയുന്നോ അതെല്ലാം കേട്ട് തലയാട്ടി സച്ചിൻ നിൽക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് രേവതിയുടെ കയ്യിലെ പാവയാണ് സച്ചി എന്നാണ് പറയുന്നത്. പിന്നെ രേവതി എന്ന് ഈ വീട്ടിലേക്ക് കയറി വന്നോ അന്ന് മുതൽ ഈ ഓരോരോ പ്രശ്നങ്ങളാണ് ഈ വീട്ടിൽ. അത് ഈ പുറത്തുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം പരിഹരിച്ച് അവൾ തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു പൊരുത്തം ഭയങ്കര പൊരുത്തമാണെന്നും ചന്ദ്രമതി പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സച്ചിൻ രേവതിയെ പറ്റി പറയുന്നുണ്ട്. കല്യാണം നടക്കുമെന്ന് പോലും സച്ചിക്ക് അറിയില്ലായിരുന്നു. ആ സമയത്താണ് ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വരുന്നതും അതിനുശേഷം അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ സച്ചി പറയുന്നുണ്ട്. രേവതിയും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത് ഭാഗ്യമാണ്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് സച്ചിയുടെ ഭയങ്കര ദേഷ്യവും കോപക്കാരനൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതോ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് അദ്ദേഹം ഇത്രയും ദേഷ്യക്കാരനും കോപക്കാരനൊക്കെ ആയി മാറിയത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. ആ കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് തവണ ചോദിച്ചു, പക്ഷേ എന്നോട് പറഞ്ഞില്ല. ഇനി എപ്പോഴെങ്കിലും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. ഇത് പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതിയുടെയും സുധിയുടെയും മുഖത്തൊരു ഭയം വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാമല്ലോ. കാരണം ചന്ദ്രമതി സച്ചിയോട് ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്, അത് ആർക്കും അറിയില്ല. അപ്പോൾ അത് സച്ചി ആരോടും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇതിങ്ങനെ രേവതി പറയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയം മാറ്റി പോകുന്നുണ്ട്. അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രമതി എന്ന അടുക്കള ശ്രുതിയെടുത്ത് പറയുന്നുണ്ട്. അവരൊക്കെ ഭയങ്കര ചിരിച്ച് കളിച്ചൊക്കെ വർത്താനം പറയുകയാണ്. വർഷയുടെ അമ്മയും ഫംഗ്ഷന് വന്നു. നിന്റെ വീട്ടിൽ നിന്ന് മാത്രം ആരും വരാനില്ലല്ലോ. നിനക്ക് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അമ്മയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നോ? അപ്പോഴും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റിക്ക് അറിയാമല്ലോ എൻ്റെ കാര്യം. അറിയാം, നിന്റെ അച്ഛൻ എന്തായാലും എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഫംഗ്ഷന് നമ്മളുടെ ശരത്ത് വരുന്നുണ്ട്. ആൻ്റണി പറഞ്ഞ പ്രകാരം കേട്ടോ ശരത്ത് വരുന്നത്. ശരത്ത് വന്നിട്ട് ഇവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രേവതിയും അമ്മയും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും സച്ചി ദേഷിച്ച് തന്നെയായിരിക്കും സംസാരിക്കുന്നത്, അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമെന്നാണ്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടോ നടന്നത്. സച്ചി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ശരത്ത് കൊണ്ടുവന്ന ഷർട്ടും കാര്യങ്ങളും എല്ലാം എടുത്തിടുന്നുണ്ട്. ശരത്തിന് കേക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം സച്ചി അങ്ങനെ പെരുമാറിയത് ആരുടെയും മുൻപിൽ വെച്ച് അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് സച്ചി അങ്ങനെ പെരുമാറുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിനകത്ത് വരാനായിട്ടിരിക്കുന്നത്.